ഹായ് ഫ്രണ്ട്സ്, എൻ്റെ 5 മുട്ടുകൾ ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ഞാൻ എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ഞാൻ 5 മുട്ട ഒരുമിച്ച് ഒറ്റ ദിവസം വിരിയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഒരു മുട്ട് വിരിഞ്ഞ് നിൽക്കുന്നു. 5 എണ്ണത്തിൽ 4 വിരിഞ്ഞിട്ടില്ല, ഒരെണ്ണം മാത്രം. അതിൻ്റെ പോളിനേഷൻ നടത്തുന്നതാണ് ഈ വീഡിയോ. പൂവിൽ നിന്നെടുത്ത പൂമ്പൊടി അതിൻ്റെ ഫീമെയിൽ പാർട്ടായ ആ സ്റ്റിഗ്മയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടെ പോളിനേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ടെറസിൽ മുട്ടുകൾ വിരിയാറായെന്ന് നോക്കാൻ വേണ്ടി കയറിയപ്പോഴേ അത് വിരിയാറായി നിൽപ്പുണ്ട്. അപ്പം മഴയുടെ ലക്ഷണം കണ്ടേക്കൊണ്ട് ഞാൻ കവറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും കവറിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇനി 4 എണ്ണമാണ് പൂ വിരിയാനായിട്ട് ഇതിൽ നിൽക്കുന്നത്. അപ്പോഴേ ഓരോന്നിൻ്റെ ആയിട്ട് ഞാൻ ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. 4 എണ്ണത്തിൽ 4 പൂ ഒരുമിച്ച് വിരിഞ്ഞിട്ടുണ്ട്. ഇതുവരെ എനിക്കിങ്ങനെ ഒരുമിച്ച് ഇത്രയും പൂവൊന്നും വിരിഞ്ഞ് വന്നിട്ടില്ല. ഞാൻ 5 എണ്ണം ഒരുമിച്ച് വിരിയുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒരെണ്ണം നേരത്തെ വിരിഞ്ഞു. ഇന്നിപ്പം 4 എണ്ണം ബാക്കി നിന്ന 4 മുട്ടും ഒരുമിച്ച് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് 4 എണ്ണത്തിനും ഹാൻഡ് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. പൂമ്പൊടി എടുത്ത് ഫീമെയിൽ പാർട്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ അടുത്ത പൂവിനും പോളിനേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത പൂവിനും പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ പൂവിൻ്റെയും പോളിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി മഴ ഉള്ള ദിവസമായ കൊണ്ട് ഞാൻ കവറ് ഇട്ട് മൂടി കൊടുക്കുകയാണ് ഇത്. അല്ലെങ്കിൽ മഴ പെയ്യുന്നെങ്കിൽ അതിൻ്റെ പൂമ്പൊടി മഴവെള്ളത്തിൽ ഒലിച്ചു പോകും. അതുകൊണ്ട് കവറ് തിരിച്ചിട്ട് ഞാൻ പഴയതുപോലെ മൂടി വയ്ക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഒരു തണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയെങ്കിലും വാങ്ങി വയ്ക്കണം. എല്ലാ പൂവിൻ്റെയും പോളിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും വീട്ടിൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തണ്ടെങ്കിലും വാങ്ങിച്ച് ഒരു ഗ്രോ ബാഗിലോ ഒരു ബക്കറ്റിലോ എന്തെങ്കിലും ഒന്നിൽ നട്ട് വെച്ച് പിടിപ്പിക്കണമേ. ഇത് ഇന്നലത്തെ പോളിനേഷൻ കഴിഞ്ഞ പൂവ് വാടി നിൽക്കുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. അത് നല്ല മണവുമാണ് അതിൻ്റെ മൂട്ടിൽ ചെലവ്. ഇതാണ് ഫീമെയിൽ പാർട്ട് എന്ന് പറയുന്നത്. ഇതിലേക്കാണ് പൂമ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് മുട്ടുകളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാൻ സാഫ് അടിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് സാഫ് ഇതിൻ്റെ തണ്ടുകളിൽ അടിച്ചു കൊടുത്താൽ മുട്ടുകൾ കൊഴിയാതിരിക്കും. പുതിയ കായ്കളും പൂക്കളും എല്ലാം വരികയും ചെയ്യും. അതിനുവേണ്ടി സാഫ് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.